മനാഫും സഹോദരങ്ങളും ഉമ്മയുമാണ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത്. മനാഫിലൂടെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ കേട്ടതാണ്. ഉമ്മയോട് ചോദിക്കുന്നു, മനാഫിൻ്റെ ഒരൊറ്റ നിശ്ചയദാർഢ്യം ഒപ്പം ആ കുടുംബത്തിൻ്റെ കൂടെ പ്രാർത്ഥനയും അവരുടെ പരിശ്രമമൊക്കെ തന്നെയാണ് അർജുനെ ഈ രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. 72 ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മനാഫ് തന്നെ പറയുന്നു കുറേ കാലമായിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല എന്ന്. എപ്പോഴെങ്കിലും അതിനൊരു എതിരഭിപ്രായം, കാരണം മനാഫ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ കൂടി നടന്നു പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് എപ്പോഴെങ്കിലും പ്രകടിപ്പിച്ചിരുന്നോ? അതേക്കുറിച്ച് എന്താണ്? ഓനെ കിട്ടിയിട്ടേ ഓൻ വരുള്ളൂ എന്നുള്ള ആ ധൈര്യത്തിൽ ഓൻ പോയി. അതിന് ഞങ്ങളും അതിന് സപ്പോർട്ട് ചെയ്തത്. വേറെ ഞങ്ങൾ വരണമെന്നോ ഇതാക്കണമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൽ ഞങ്ങൾ ഉറച്ചു നിന്ന് പഠിച്ചവനോട് ഞങ്ങൾ ദോര ചെയ്യുന്നു. മനാഫ്ക തന്നെ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളും സ്വാഭാവികമായും അത് കേട്ടിട്ടുണ്ടാവും. അത്തരക്കാരോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു പലതും പറയുന്നു വിചാരിച്ചിട്ട് ഞങ്ങളത് ചെയ്യാത്ത തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യാത്തതിൽ ഒരിക്കലും ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. അതേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. മനാഫ്ഖൻ അതേപോലെ തന്നെ കേരളം ഒന്നാകെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ മനാഫിൻ്റെ ഒരു ഉമ്മ ആവുമ്പം തന്നെ ആ സ്നേഹത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു വലിയൊരു ഇതായിട്ട് കാണുന്നുണ്ട്. ഞാനും എൻ്റെ മോനക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ, മോനക്കത് പഠിച്ചവൻ സഹായിച്ചു കൊടുത്തല്ലോ, അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. മനാഫ്ക്കൊപ്പം ഷിരൂരിൽ പോയതാണ് സഹോദരങ്ങൾ. ഓരോ തവണയായി പലരും അവിടെ പോയിട്ടുണ്ട്. മനാഫ്ക്കയുടെ ഒരു പ്രയത്നം കൂടിയാണ്. കുടുംബത്തിനൊപ്പം തന്നെ മനാഫ്ക്കയും കൂടെ നിന്നതുകൊണ്ടാണ് അർജുൻ ഈ രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമ്മൾ തുടക്കം മുതൽ തന്നെ നമ്മുടെ കുടുംബം ഈ ഒരു പ്രയത്നത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതിപ്പോൾ ലാസ്റ്റ് വരെ അത് നമ്മളെ കുടുംബം ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെയാണ് അത് മനാഫിനെ സപ്പോർട്ട് ചെയ്തതും. അങ്ങനെ തന്നെയാണ് നമ്മളെ കുടുംബം. ഈ ഒരു വിഷയം മാത്രമല്ല, പല പല വിഷയങ്ങളും ഇത് മുന്നേ ഉണ്ടായിട്ട് ഇത് കുടുംബം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ നേരിട്ടതും കാര്യങ്ങളൊക്കെ ചെയ്തതും. ഏതായാലും ഇവർ പറഞ്ഞതുപോലെ മനാഫ്ക്ക് വലിയൊരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നില്ലേ സ്വന്തം കുടുംബം? തീർച്ചയായിട്ടും ഇത്ര വലിയൊരു മാനസിക സമ്മർദ്ദം താങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ എനിക്ക് തന്നെ തോന്നിപ്പോയിക്കും എനിക്ക് ഭ്രാന്തായോ എന്നുള്ളത്. ഇവരെനിക്ക് താങ്ങും തണലായിട്ട് നിന്നില്ലെങ്കിൽ ഈ മിഷൻ ഞാൻ പകുതിക്ക് ഇട്ടേച്ച് പോന്നു പോയിനും. ഞാൻ ആ ലോറി പൊന്തിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ അർജുൻ ഉണ്ട് എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ഉണ്ട് എന്ന്. ഞാനത് മീഡിയയിൽ അങ്ങനെ തന്നെ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ അർജുൻ ഉണ്ട്, പോയി നോക്കിക്കാളിന്ന്. ആ ഉറപ്പ് തന്നെയാണല്ലേ ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ താങ്കളെ പ്രേരിപ്പിച്ചതും? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ദിവസം തെളിയിക്കപ്പെടുന്നു. അത് ലാസ്റ്റ് ഡേ ഇനിയും ഡഡ്ജറിൻ്റെ ആ ലാസ്റ്റ് ഡേ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ലൈഫ് ലോങ് ഞാൻ റിഗ്രറ്റിൽ ജീവിക്കേണ്ടി വരും. ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടി ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തുകൊണ്ട് ഒരു ഘട്ടം വന്നു പോകും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയിക്കുന്നു. ഇത്രമാത്രം പ്രയാസപ്പെടുത്തുന്ന ഒരു സമൂഹമായിപ്പോയി നമ്മളിത് എന്നുള്ള ആലോചിക്കുമ്പോൾ അതാണ് ഞാൻ പ്രതികരിച്ചു പോയത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇൻ കേസ് അവന് കിട്ടിയില്ലെങ്കിൽ ഗംഗാവലി പുഴയിലേക്ക് എത്ര മണ്ണ് വീണിക്കണോ ആ മണ്ണ് ഞാൻ മൊത്തം മാന്തിയിട്ടേ എന്താവുള്ളൂ. അതിന് 1 കൊല്ലോ 2 കൊല്ലോ എത്ര കൊല്ലം എടുത്താലും വേണ്ടിയില്ല, ആ മണ്ണ് മുഴുവൻ ഞാൻ മാന്തിയിട്ട് അരിച്ച് പെറുക്കിയിട്ട് എന്താവുള്ളൂ ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് വരികയുള്ളതിന്. ഇനിയിപ്പം മനാഫിന്റെ ട്രക്ക് അവിടെ ഉണ്ട്, എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിങ്ങോട്ട് കൊണ്ടുവരുമോ എന്താണ്? ഞാൻ പറയണത് അത് ശരിക്കും അവിടെ സ്മാരകമായി കിടക്കട്ടെ എന്നുള്ള അഭിപ്രായം എൻ്റെത്. കാരണം എന്താ, ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നടക്കുമ്പോൾ സീരിയസ് ആവണം. മണ്ണിട്ട് മൂടരുത്. മൂടിയ മണ്ണ് മാന്താനും ആൾക്കാരുണ്ട് സമൂഹത്തിൽ എന്നുള്ളത് നമ്മളെന്താക്കണം, കാണിച്ചു കൊടുത്തൊരു ഒരു ഇതാണ്, ചരിത്ര നിമിഷമാണത്. അവിടെ അത് ഓർമ്മപ്പെടുത്തലായിട്ട് അവിടെ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഭരണകൂടം അതിനെന്തായാലും സമ്മതിക്കില്ല. പക്ഷേ അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറികടന്നുകൊണ്ടാണ് മനാഫ് ആ അമ്മയ്ക്ക് കൊടുത്ത, അർജുൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഷിരൂരിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഓരോ ദിവസവും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയത്. അർജുൻ ഏത് രീതിയിൽ മലയാളികൾ സ്നേഹിക്കുന്നുണ്ടോ അതേ രീതിയിൽ തന്നെ മനാഫിനെയും സ്നേഹിക്കുകയാണ്. ക്യാമറാമാൻ നിഭിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.